പത്തനംതിട്ട വലഞ്ചുഴിയിൽ 14-കാരിയുടെ മരണത്തിൽ വഴിത്തിരിവ്. പെൺകുട്ടി ആറ്റിൽ ചാടി മരിച്ചതെന്ന് പോലീസ്. സംഭവത്തിൽ അയൽവാസിയായ യുവാവിനെ ചോദ്യം ചെയ്ത് വരികയാണ് പോലീസ്. പെൺകുട്ടിയുടെ പിതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ആഴൂർ സ്വദേശി ആവണി ഇന്നലെയാണ് ആറ്റിൽ ചാടി മരിച്ചത്. ആദ്യൊരു പ്രതികരണം. എൻ്റെ മോളെ ഈ ആവണി, അപ്പോൾ ഞാൻ ആവണിയെ അടിച്ചപ്പം ഇവൻ്റെ കൂട്ടുകാരന്മാർ ഒത്തിരി പേര് എന്നെ അടിച്ചു. അപ്പോൾ ഇത് എന്നെ അടിക്കുന്ന കണ്ടുകൊണ്ടാണ് ഇവളെടുത്ത് വെള്ളത്തിൽ ചാടി. അങ്ങനെ ഈ വഴിക്കൊക്കെ വെച്ചു. അത് മാത്രമല്ല, അവന് മറ്റേ കഞ്ചാവ് കച്ചവടം മറ്റേ ഒത്തിരി പരിപാടിയൊക്കെ ഉണ്ട്. അവനെ എനിക്ക് എക്സസൈസൊക്കെ ഒന്ന് തേക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാനിത് ഇവരോട് ആദ്യം ഒന്ന് പറഞ്ഞാൽ ഓക്കെ ആയപ്പോഴേ ഇവരോട് ഞാൻ പറഞ്ഞു. അന്നേരം അവൾ പറഞ്ഞാൽ മേലില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മെമ്പറെയൊക്കെ വിളിച്ച് കൂട്ടി അങ്ങനെ പറഞ്ഞ് നിർത്തലാക്കിയത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീരാജ്, കുറേ പ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ ഈ പിതാവിന്റെ വൈത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് പോലീസ് പറയുന്നത് യഥാർത്ഥത്തിൽ? ബെനിലെ, അങ്ങനെ തന്നെയാണ്. ഇന്നലെ ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി മരിച്ചപ്പോൾ പറഞ്ഞത് കാൽ വഴുതി വെള്ളത്തിൽ വീണു എന്നതായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പിന്നീട് അച്ഛൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പെൺകുട്ടിയുടെ അച്ഛനെയും സഹോദരനെയും മർദ്ദിക്കുന്നത് പെൺകുട്ടി കണ്ടു. അച്ഛനെ മർദ്ദിക്കുന്നത് കണ്ട് ഭയന്നാണ് പെൺകുട്ടി ഈ പാലത്തിൽ നിന്നും താഴേക്ക് ചാടിയതെന്നാണ് നിലവിൽ പോലീസിൻ്റെ FIR ഉള്ളത്. രാവിലെ അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഈ അയൽവാസിയായ ശരത്ത് എന്ന യുവാവ്, അതുപോലെ തന്നെ ഇയാളുടെ സുഹൃത്തുക്കൾ, ഇവർ അച്ഛനെ മർദ്ദിച്ചു. അച്ഛനെ മർദ്ദിക്കുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടിയുടെ സഹോദരനുമായി ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ഇതിൽ ഇടപെട്ടതാണ് അച്ഛനെ മർദ്ദിക്കാൻ കാരണമായത്. അങ്ങനെ അച്ഛനെ മർദ്ദിക്കുന്നത് കണ്ട് പെൺകുട്ടി ഈ വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് നിലവിൽ അച്ഛൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ അച്ഛൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. പോലീസ് FIR-ൽ വ്യക്തമായി പറയുന്നത് അങ്ങനെ തന്നെയാണ്. അച്ഛനെ മർദ്ദിക്കുന്നത് കണ്ടാണ് പെൺകുട്ടി വെള്ളത്തിലേക്കെടുത്ത് ചാടിയതെന്നാണ്. നിലവിൽ ഈ അയൽവാസിയായ ശരത്ത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, എന്തായിരുന്നു അത്തരത്തിലുള്ള മർദ്ദനത്തിന് കാരണം, അവിടേക്ക് എത്താനുണ്ടായ കാരണം എന്താണ് എന്നെല്ലാം പരിശോധിച്ച് വരികയാണ്. നിലവിൽ ഈ പാലമായതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇവരുടെ എല്ലാം മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കൂടുതൽ അന്വേഷണം നടക്കുക. എന്തായാലും നിലവിൽ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ബിനിൽ, ഓക്കെ, താങ്ക് യു. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.